Hi guys, welcome to my channel. ഇന്ന് ജൂലൈ 7th 2024. ഇന്നൊരു പ്രതിഷേധ വീഡിയോ. ഇത് 2 വട്ടം എൻ്റെ വണ്ടി ഇടിക്കാൻ പോയി. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഞാൻ ഓക്കെയാണ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ ജീവനോടെ തന്നെയുണ്ട്. അപ്പോൾ സോ ദ തിങ് ഈസ്, രാവിലെ 7 മണിക്ക് അലാറം വെച്ചു. 7:15 എണീറ്റ് ഞാൻ ജോഗിങ്ങിന് പോയി. ഞാൻ എൻ്റെ ജോഗിങ് ശീലം വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നു. ആൻഡ് ഐ എം വെരി ഹാപ്പി. ആൻഡ് ദി സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര പോസിറ്റീവ് വൈബായിരുന്നു. ബിക്കോസ് ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ജോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഹോപ്പ് റിസൾട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ബിക്കോസ് എനിക്കറിയാം, റൺ ബേബി റൺ, പെട്ടെന്ന് വെയിറ്റ് ലോസൊക്കെ നോക്കുന്ന, എന്നാലും നല്ല എഫേർട്ട് ഇട്ട് ബട്ട് വെയിറ്റ് ലോസിന് ലക്ഷ്യം വെക്കുന്ന എല്ലാവർക്കും ഒരു ടിപ്പ് എന്ന് പറയുന്നത് റൺ ബേബി റണ്ണാണ്. ഓടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബോഡിക്ക് നല്ല ചേഞ്ച് ഉണ്ടാകും, നല്ല കാർഡിയോ ആണ്. സോ ഞാൻ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തു. ദെൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്നത്തെ സംഭവം ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഇടിക്കാൻ പോയി. രണ്ട് സിറ്റുവേഷനാണ്. ഒന്ന്, പട്ടി എടുത്ത് ചാടി. പട്ടികളൊന്നും പറയാൻ പറ്റില്ല, കാരണം പട്ടികളെ വീഡിയോ കാണില്ല. ഈ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഓട്ടോ ചേട്ടന്മാർ. ഇതിൽ ഓട്ടോ ഓടിക്കുന്ന ആരുടെയെങ്കിലും ഫാമിലിയോ ഫ്രണ്ട്സോ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ പ്ലീസ്. നമ്മൾ എത്ര സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാലും ചില വാഴകളുണ്ട്, അവർ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ സൈഡിൽ നിൽക്കുമായിരിക്കും, എടുത്ത് ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് അറയ്ക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി ടേൺ ചെയ്യുമ്പോഴായിരിക്കും ബാക്കിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുന്ന വണ്ടികളൊക്കെ വന്ന് കയറ്റുന്നത്, അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികൾ കയറ്റുന്നത്. നമ്മൾ സ്കിഡായി പോകും. അപ്പം എന്തെങ്കിലുമൊക്കെ ആവും. അപ്പം സൂക്ഷിച്ച് നിങ്ങളും സൂക്ഷിച്ചാലേ നമുക്കും നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് വണ്ടി ഓടിക്കായിരുന്നേ. അപ്പോൾ സൈഡിൽ ചുമ്മാ കിടന്നൊരു ഓട്ടോ, അതിനകത്ത് ആളുണ്ടോ എന്ന് പോലും അറിയത്തില്ല, അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടു. ഓട്ടോ അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി എടുക്കാൻ പോവാണ് നമ്മൾ പ്രതീക്ഷിക്കത്തില്ലെന്നേ. നമ്മൾ ഒട്ടും വിചാരിക്കാത്ത ആ ഒരു മൊമെൻറ്റിലായിരിക്കും, അടുത്തെത്തുന്ന സമയത്തായിരിക്കും ഇവരുടെ ഒരു തിരിവുണ്ട്. എനിക്ക് ചെറിയൊരു സംഭവം ഉണ്ടായി. വീണില്ല, ഇടിച്ചില്ല, ഞാൻ പെട്ടെന്ന് തിരിച്ചു. പക്ഷെ ഞാൻ നല്ലപോലെ കൊടുത്തിട്ടാണ് പോയത്. എനിക്ക് ഭയങ്കര എല്ലാ തവണയും ഞാൻ എന്തെങ്കിലും എനിക്ക് ഒരു ചെറിയൊരു ഒരു അറപ്പോ എന്തെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ പറയുന്ന ഓട്ടോ എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രമാണ്. ബിക്കോസ് അത് എൻ്റെ അടുത്തോട്ട് വരുമ്പോഴേ, അല്ലെങ്കിൽ അത് സൈഡിൽ കിടക്കുന്ന കാണുമ്പോഴേ എനിക്ക് എൻ്റെ നെഞ്ചിൽ ഇടിയാണ്. അപ്പോഴേ ഞാൻ സ്ലോ ചെയ്യും. ആ ഓട്ടോ ചിലപ്പോൾ 2 വട്ടം, കഴിഞ്ഞ തവണയും ഞാൻ ഇതുപോലെ ചുമ്മാ കിടക്കുന്ന ഓട്ടോയാണ്, നമ്മൾ അടുത്തെത്തുമ്പോൾ എടുത്ത് തിരിക്കാൻ നോക്കും. ഇവർക്ക് എന്താ കണ്ണ് കണ്ടുകൂടെയെന്ന് ഞാൻ ആലോചിക്കുന്നു. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിക്കൂടെ വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. എന്നാലും ഞാൻ ജസ്റ്റ് മിസ്സായിരുന്നു സാധനം. ഇടിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ വീഴും. ആ ഓട്ടോ 3 വീലാണുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് ആ ഓട്ടോ മറിയോ എനിക്കറിയില്ല. ചിലപ്പോൾ മറിയുമായിരിക്കും. ഞാൻ വരുന്ന സ്പീഡിന് ചിലപ്പോൾ മറിയാൻ ചാൻസ് ഉണ്ടോ ഓട്ടോ. അപ്പോഴേ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, ഓട്ടോ എവിടെയെങ്കിലും കിടക്കുന്നതാണെങ്കിൽ കുറച്ച് ദൂരെ നിന്നേ സ്ലോ ചെയ്ത് വരും. പറയാൻ പറ്റില്ല ഇവരുടെ മൂവ്മെൻ്റ് അടുത്ത് എന്താണെന്നേ. അപ്പോൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ ദയവ് ചെയ്ത്. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ്. നമ്മുടെ ആരോഗ്യം, എനിക്ക് എൻ്റെ ജീവൻ വലുതാണ്. നമ്മുടെ ബാക്കിൽ നിന്നും കുറേ വണ്ടികളുണ്ടാവും. അല്ലാതെ ഞാനിപ്പോൾ തട്ടിമറിഞ്ഞ് എവിടെയെങ്കിലും കിടന്ന് വിചാരിച്ചു എനിക്കൊരു കുഴപ്പമില്ല. അതുപോലെ എൻ്റെ വണ്ടിയല്ല, എൻ്റെ ബ്രദറിൻ്റെ വണ്ടിയാണ്. അവൻ എന്നെ വെട്ടും. അതുകൊണ്ട് വണ്ടിക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ള ഒന്നും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്നുള്ളൊരു ഇതിലാണ് അവൻ എനിക്ക് ആ വണ്ടി തന്നേക്കുന്നത്. അപ്പോൾ ആരും എൻ്റെ മുമ്പ് ഒന്ന് ചാടരുത് ഓട്ടോ ചേട്ടന്മാരെ. അപ്പം അതാണ് ഇൻസിഡൻറ്റ്. ഒരു പട്ടി എടുത്ത് ചാടി, അതെൻ്റെ സൈഡിൽ കൂടെ പോയി. പാവം പോട്ടെ, പട്ടി വീഡിയോ കാണുന്നില്ല, അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും പറയാനില്ല. മൃഗങ്ങളല്ലേ, പോട്ടെ എന്ന് വിചാരിക്കാം. പിന്നെ ഞാനങ്ങനെ എൻ്റെ വല്യമ്മയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്.
ആൻഡ് ആ മൊത്തത്തിൽ പറഞ്ഞ എന്ത് ദിവസം അടിപൊളിയായിരുന്നു. രാത്രി തിരിച്ച് 7 മണിക്ക് വീടെത്തി. ദെൻ ടോട്ടലി ഐ എം ഹാപ്പി. നാളെ തൊട്ട് കോളേജിൽ പോകണം. 6 മണിക്ക് എണീക്കണം, ജോഗ് ചെയ്യണം. ദെൻ 6:30 ഒരുങ്ങി തുടങ്ങണം. 7 മണിക്ക് ഇവിടെ നിന്ന് തെറിക്കണം, ബസ്സിൽ കയറണം, ഉറങ്ങണം ആൻഡ് കോളേജിൽ പോകണം. ക്ലാസ് കഴിയുന്നു, നേരെ വീട്ടിൽ വരുന്നു. ഇത് തന്നെയാണ് എൻ്റെ പ്ലാൻ നാളത്തെ. സോ നാളെ ഒരു നോർമൽ ഡേ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും അൺയൂഷ്വലായിട്ട് സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ആഗ്രഹിക്കാനുള്ളത്. അത്രേ ഉള്ളൂ. സോ ഇന്നിനി നാളെ ഒരു ഇൻറ്റേർണൽ ടെസ്റ്റ് ഉണ്ട്. എക്സാം കഴിഞ്ഞു ഓൾറെഡി, പക്ഷേ ഇൻറ്റേർണൽ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇൻറ്റേർണലുണ്ട്. അപ്പോൾ അതിന് പഠിക്കണം കുറച്ച്. ജസ്റ്റ് വായിച്ചാൽ മതി. എക്സാമിന് പഠിച്ചുകൊണ്ട് വലിയ പ്രിപ്പറേഷനൊന്നും വേണ്ട നാളത്തേക്ക്. അപ്പം നാളത്തേക്ക് അത് പഠിക്കണം. പിന്നെ നാളെ സെമിനാർ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ സെമിനാർ കുറച്ച് നോക്കണം. ചിലപ്പോഴേ എടുക്കത്തുള്ളൂ. എനിക്ക് മൂഡുണ്ടെങ്കിൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ ഞാൻ എടുക്കില്ല. അപ്പം സെമിനാർ ആൻഡ് ഇൻറ്റേർണൽ ടെസ്റ്റ് ഇത് രണ്ടും നാളെ ഉണ്ട്. അപ്പോൾ അതിന് നോക്കണം. അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ഡിന്നർ കഴിഞ്ഞു, ദോശ കഴിച്ചു. ഗോതമ്പ് ദോശ ആൻഡ് മീൻകറി. മൈ ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ്. അപ്പം അതാണ് ഇന്നത്തെ ദിവസം. ഇത്രേ ഉള്ളൂ. സോ എടുത്തു പറയാൻ ഈ പറയുന്ന വണ്ടി ഇടിക്കാൻ പോയത്. എൻ്റെ ഉമ്മ ബാക്കിലുണ്ടായിരുന്നു. എനിക്കതാ എന്ന് വെച്ചാൽ അവർ പേടിച്ചു പോവും. അവർ അറയ്ക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി ഷേക്കാവും, അങ്ങനെ ചിലപ്പോൾ മറിയാൻ ചാൻസ് ഉണ്ട്. അതാ പറഞ്ഞത്, നിങ്ങളൊന്ന് തിരിഞ്ഞ് നോക്കിയിട്ട് വണ്ടി എടുക്കുന്നേ. ഞാനൊക്കെ ആണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടൊന്ന് തിരിക്കാൻ പോകുമ്പോൾ ഒന്ന് നോക്കും ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ, അതിൻ്റെ സ്പീഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. ഇവർ ഓട്ടോ എസ്പെഷ്യലി ഓട്ടോ ചേട്ടന്മാർ ഇവർ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒതുക്കിയിട്ടിരിക്കുകയായിരിക്കും. ഈ വണ്ടി എടുക്കാൻ പോവാണെന്ന് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യാനേ പറ്റത്തില്ല. ദൂരെ നിന്ന് കാണുമ്പോൾ വണ്ടി അനങ്ങാതിരിക്കുകയായിരിക്കും, അടുത്ത് എത്തുമ്പോഴായിരിക്കും ജസ്റ്റ് അവർ വണ്ടി എടുക്കുന്നതായിരിക്കും, പക്ഷെ ഇങ്ങനെ അങ്ങ് എടുക്കുക ചെയ്യുന്നത്. നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. ഏതെങ്കിലും ഓട്ടോ സൈഡിൽ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് അകലേന്നേ കുറച്ച് സ്ലോ ചെയ്ത് വരിക, നിങ്ങളുടെ സേഫ്റ്റിക്ക്. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു പ്രിക്കോഷൻ വീഡിയോ ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു അഡ്വൈസ് തന്ന ഒരു വീഡിയോ, ഒരു അഡ്വൈസ് വീഡിയോ എന്നൊക്കെ പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഗുഡ് നൈറ്റ്. എല്ലാവരും കിടന്നുറങ്ങാം. ഓക്കെ, കൂടുതൽ ഫോണിൽ കളിക്കണ്ട. എന്നോട് തന്നെ പറഞ്ഞതാണ്. എനിക്കിനി പരിപാടി എന്ന് വെച്ചാൽ ഞാൻ നേരെ പബ്ജി കളിക്കും. ഒരെണ്ണം ബിക്കോസ് കുറേ നാളായി കളിച്ചിട്ട്. ഇന്ന് 2 തവണ കളിച്ചു. അപ്പം ഒരെണ്ണത്തിൽ എനിക്ക് 7 കില്ല് കിട്ടി. ബിക്കോസ് കുറേ നാൾ കളിക്കാതിരുന്നപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഫോം കയറി കളിച്ചതാണ്. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് ആരെങ്കിലും എന്നെ കണ്ണുവിടും. അപ്പം ഞാൻ വീണ്ടും പഴയ പോലെ നൂബാവും. അത്രേ ഉള്ളൂ. ശരി എന്നാൽ ഞാൻ പറഞ്ഞ് വേർപ്പിക്കാനുള്ള. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.